ഹലോ ഡിയർ സ്റ്റുഡൻസ്, എന്ത് പറയുന്നു പഠനമൊക്കെ? നീറ്റിൻ്റെ അവസാനഘട്ട പ്രിപ്പറേഷനാണ് എല്ലാവരും അല്ലേ? ഓക്കെ, എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത. നീറ്റിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന സിലബസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ വേഗം ഒന്ന് സ്പീഡ് പറഞ്ഞു പോവാം. നീറ്റിൻ്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ചിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അല്ലേ? കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സിലബസ് മനസ്സിലാക്കിയിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. അല്ലാണ്ട് ചിലത് ഡിലീറ്റഡ് പോർഷൻ ഉണ്ടാവും, ചിലത് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ ഇന്ന് തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറിയിട്ട് എന്ത് ചെയ്യുക, സിലബസ് എല്ലാം കൃത്യമായി മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഉണ്ടാകുന്നതിന് വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റേജ് അടിസ്ഥാനത്തിൽ പഠിക്കാൻ പലർക്കും അറിയില്ല എന്നുള്ളതാണ്. കാരണം നീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സബ്ജക്റ്റിനും ഓരോ ചാപ്റ്ററിനും ഓരോ വെയിറ്റേജും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഏതെല്ലാമാണ് ഡിലീറ്റഡ് പോർഷൻ, ഏതെല്ലാമാണ് ഡിലീറ്റഡ് ചാപ്റ്റേഴ്സ് എന്നെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്തുണ്ടാവും, താല്പര്യം ഒന്നുകൂടിയും കൂടുകയും ചെയ്യും. അത്ര ആയാസകരമായി എന്ത് ചെയ്യാൻ പറ്റും, നീറ്റ് 2026 മികച്ച റാങ്ക് എത്താനും പറ്റും. അപ്പോൾ നമുക്കൊന്ന് വേഗം നോക്കി പോവാം. ഇത് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിലബസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ ഫിസിക്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ മെഡിസിൻ കിട്ടണോ കിട്ടണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. കെമിസ്ട്രിയും ബയോളജിയും നന്നായി NCERT എല്ലാം പഠിച്ച് പോയി കഴിഞ്ഞാൽ ഭൂരിഭാഗം പേരും അതിൽ എന്തെങ്കിലും കോൺഫിഡൻ്റ് ആവും. പക്ഷേ ഫിസിക്സ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അത് കൂടുതൽ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ ഫിസിക്സ് ഏറ്റവും കുട്ടികൾക്ക് നീറ്റിന് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നീറ്റിൽ മാർക്ക് പോകാൻ കാരണക്കാരനായ ഒരു വില്ലൻ എന്നുള്ള കഥാപാത്രമായി നിൽക്കുന്നത് എപ്പോഴും ഫിസിക്സ് ആണ് അല്ലേ? അത് എന്തുകൊണ്ടാണ് ഫിസിക്സ് അങ്ങനെ നിൽക്കുന്നത്? ചിട്ടയായ പഠനം ഒരു വലിയൊരു പ്രശ്നമാവുകൊണ്ടാണ് എന്തിരിക്കുന്നത്, ഈ ഫിസിക്സിൽ മാർക്ക് പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ മക്കളെ, നിങ്ങൾ ഒരിക്കലും ഡെസ്പാവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നീറ്റിൻ്റെ സിലബസ് വന്നു, ഇനി ഇവിടുന്നുള്ള കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ഉള്ള സമയം മാക്സിമം നല്ല രീതിയിൽ ഫ്രൂട്ട്ഫുള്ളായിട്ട് മനോഹരമായി നമുക്ക് മികച്ച റിസൾട്ട് നേടാൻ ആൽഫ ജീനിയസിൻ്റെ ടീം ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് ഇപ്പോൾ സിലബസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കാര്യം എന്താ ചെയ്യേണ്ടത്, മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യണം, നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടണം. അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമാണോ? അല്ല. പല കുട്ടികൾക്കും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും കൃത്യമായി കിട്ടില്ല. അപ്ഡേറ്റഡ് ആയ സിലബസ് അനുസൃതമായ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കിട്ടാൻ സാധ്യത പല കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇന്ന് തന്നെ ആൽഫ ജീനിയസിൻ്റെ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മോക്ക് ടെസ്റ്റ്, 20ൽ കൂടുതൽ ഫുൾ മോക്ക് ടെസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ താഴെ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരുക്കി തരും. അപ്പോൾ ഏറ്റവും എനിക്ക് നിങ്ങളോട് പറയുള്ളൊരു കാര്യം, നീറ്റ് സിലബസ് വന്നുകൊണ്ട് മാത്രം കാര്യമില്ല. എന്താണ് നീ ചെയ്യേണ്ടത്, മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ കൂട്ടുക. മനസ്സിലാവുന്നു? എന്തിനാണ് മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യകത മനസ്സിലാവുന്നുണ്ടോ? മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗുണം കോൺഫിഡൻസ് ലെവൽ എന്താവും, ബൂസ്റ്റ് ആവും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തെറ്റുകൾ മാക്സിമം കമ്മിയാവാനും പറ്റും. അപ്പോൾ ശരാശരി ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നീറ്റ് എക്സാമിനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ, മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലെ കറണ്ട് സിറ്റുവേഷൻ എവിടെയെന്നും ഓരോ ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങളുടെ സെൽഫ് മോട്ടിവേറ്റ് ആയി തന്നെ നിങ്ങൾ ഏത് ലെവലിലേക്ക് എത്തും എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അനിവാര്യത അല്ലെങ്കിൽ നീറ്റ് എക്സാമിന് മോക്ക് ടെസ്റ്റിൻ്റെ ഘടകം അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യകത എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു കുട്ടിക്കും അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രൊഫഷൻ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞ് MBBS, BDS, BAMS, BHMS, അഗ്രിയോ, പൗൾട്രിയോ, യുനാനിയോ, ഫോറസ്ട്രിയോ ഏതോ ആയിക്കോട്ടെ, കിട്ടാൻ സീറ്റ് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായ ഗൈഡൻസുമായി നമ്മുടെ ആൽഫ ജീനിയസിൻ്റെ ഹോണറബിൾ ചെയർമാൻ റോജർ സ്റ്റാറിൻ്റെ നേതൃത്വമുള്ള വിദഗ്ധമായ ഒരു ടീം ഇതിന് ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നല്ലൊരു പരിശീലനത്തിനായി ആൽഫ ജീനിയസിൻ്റെ ഒപ്പം ഭാഗമാകുക. അപ്പോൾ നമ്മുടെ മക്കളെ ഒരിക്കലും കൂടി പറയുകയാണ്, നമ്മുടെ സിലബസ് ഔട്ടായി കഴിഞ്ഞു, ഇനി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.